നമ്മൾ ഈ ക്ലാസ്സിൽ ഈ മോളിക്കുലാർ ഫോർമുല എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കോ, വളരെ സിമ്പിൾ ആണടാ. നമ്മൾ നേരത്തെ ഇങ്ങനെ എഴുതിയായിരുന്നു, സി 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 3 സി ഉള്ള കോമ്പൗണ്ടിന് നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്തായിരുന്നു ഇങ്ങനെ എച്ച് 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 അല്ലേ, ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തായിരുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് ചുരുക്കി എഴുതാമെന്ന് പറഞ്ഞു. അതിന് നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. കണ്ടൻസ്ഡ് ഫോർമുല എന്താണ്, എങ്ങനെയാണ് അത് എഴുതാൻ പറ്റുക? സി എച്ച് 3 സിംഗിൾ ബോണ്ട്, സി എച്ച് 2 സിംഗിൾ ബോണ്ട്, സി എച്ച് 3 നമുക്കിങ്ങനെ ചുരുക്കി എഴുതാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചുരുക്കാൻ പറ്റൂല. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മോളിക്കുലാർ ഫോർമുല എന്ന് വിളിക്കും. എന്താ മോളിക്കുലാർ ഫോർമുല, എങ്ങനെ അത് എഴുതാൻ പറ്റുക? അതായത് നമ്മൾ ഈ കേസിൽ എന്താ ചെയ്ത്, നമ്മൾ ഇവിടുത്തുള്ള ഹൈഡ്രജനെ എല്ലാം കൂടെ നമ്മൾ അങ്ങ് ചുരുക്കി എഴുതി അല്ലേ. ഈ കാർബണിനകത്തുള്ള 3 ഹൈഡ്രജൻ, അതുകൊണ്ട് നമ്മൾ സി എച്ച് 3 ഇങ്ങനെ അങ്ങ് ചുരുക്കി എഴുതി അല്ലേ. കാർബൺ അതേപോലെ തന്നെ ഇവിടെ കാർബൺ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളിവിടെ കാർബൺ ഇട്ടേക്കുന്നത് അല്ലേ. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ കാർബണേയും ചുരുക്കി എഴുതും, ഹൈഡ്രജനെയും ചുരുക്കി എഴുതും. എങ്ങനെ അത് എഴുതുക? അത് നോക്കിക്കോ, ഇവിടെ മൊത്തം എത്ര കാർബൺ ഉണ്ടാ? ഇവിടെ മൊത്തം എത്ര കാർബൺ ഉണ്ട്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 3 കാർബൺ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മളപ്പോൾ എന്ത് ചെയ്യും? C3 എന്നങ്ങ് എഴുതും. ഓക്കെ, സോ ഇനി മൊത്തം എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഞാൻ ഇവിടെ എണ്ണുന്നതിനേക്കാളും കുറച്ച് എളുപ്പം ഇവിടെ എണ്ണാൻ അല്ലേ. 3 3 2 5 5 3 8. സോ എത്ര ഹൈഡ്രജൻ ഉണ്ടാ? 8 ഹൈഡ്രജൻ. C3 H8. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മോളിക്കുലാർ ഫോർമുല എന്ന് വിളിക്കുക. ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? മോളിക്കുലാർ ഫോർമുല എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി എഴുതാൻ പോണ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, നോക്കിക്കോ, CH3 CH2 CH2 CH3 ഇതിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണേ. അടുത്ത CH3 CH2 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 CH3 മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം. നേരെ എഴുതിയാലും വളഞ്ഞെഴുതിയാലും ഒന്നും ഒരു പ്രശ്നമില്ല. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക കേട്ടോ. ഇനി ഞാൻ വേറൊരു ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് തരാം. CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2. ഇതിൻ്റെ കൂടെ മോളിക്കുലാർ ഫോർമുല എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, സോ ബൈ.